സമവായ ചർച്ച ഉണ്ട്. സമവായ ചർച്ച ഞാൻ മേയർ സാഹിബ്, ജിഫ്രി തങ്ങൾ, എം ടി ഉസ്താദ് അവരൊക്കെ കൂടി വിളിച്ചു ചേർത്ത മീറ്റിങ്ങാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും, സമയമായ ചർച്ച നടക്കും. അതിലൊരു വിഭാഗം വരില്ല, പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല. മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ. പക്ഷെ മീറ്റിംഗ് നടക്കും. ഇപ്പോൾ ജിഫ്രി തങ്ങളുമായിട്ട് ഞങ്ങളിപ്പോൾ ബന്ധപ്പെട്ടു. അപ്പോൾ മീറ്റിംഗ് നടക്കും. അതായത് പിന്നെ ഈ മീറ്റിംഗ് ഇടയ്ക്ക് കൂടുന്നതാണ്. തങ്ങളും ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നതരായ മുഷാവറംഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ. അത് വിഷയമല്ല. അത് പിന്നെ ഇന്നത്തെ ഡേറ്റിന് അല്ലെങ്കിൽ വേറെ ഡേറ്റിന് എപ്പോഴായാലും അത് എന്താ വേണ്ടതെന്നുള്ളത് അത് നമുക്ക് തീരുമാനിച്ചോട്ടെ. ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്. അതിൽ ചർച്ചയുണ്ട്. ചർച്ചയിൽ ഒരു വിഭാഗം പങ്കെടുക്കാതെ വരുമ്പോൾ ആ ചർച്ച എത്രമാത്രം വിജയകരമാകും? അല്ലല്ല, ഒരു വിഭാഗത്തിന്റെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ സമസ്തയുടെ നേതാക്കളും തങ്ങളും ഒക്കെ ആയിട്ട് മുഷാവറംഗങ്ങളുമായിട്ടുള്ള സിറ്റിംഗ് ഉണ്ട്. അതിനുശേഷം ഉള്ള കാര്യത്തിന് ശേഷം പറയാം. അല്ല, അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ല, ഔദ്യോഗികമായിട്ട് അറിയിച്ചതൊന്നും അല്ലല്ലോ. അപ്പോഴല്ലേ അറിയുള്ളൂ. വരാതിരിക്കുന്നവരെ എപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും മീറ്റിംഗ് കൂടും. മീറ്റിംഗ് ഉണ്ട്. പാണക്കാട് തങ്ങളും ജിഫ്രി തങ്ങളും ഒക്കെ വിളിക്കുന്ന ഒരു യോഗത്തിലേക്ക് അങ്ങനെ ബഹിഷ്കരിക്കുന്നത് ആരെങ്കിലും ബഹിഷ്കരിക്കുന്നത് ശരിയാണ്? അതൊരു നയമല്ല. അങ്ങനെ ഒരു നയം സംസ്ഥയുടെ ആളുകളിൽ നിന്ന് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പൊ എത്ര ആയാലും മീറ്റിംഗിൽ ആരിരിക്കേണ്ട എന്ന് കക്ഷികളെല്ലാം തീരുമാനിക്കേണ്ടത്. അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനം ഉണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന്. അപ്പൊ ആ നിലയ്ക്ക് വിളിക്കും. അപ്പൊ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. വരാതിരിക്കുമ്പോൾ അത് ഒരു ധിക്കാരായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ല, അത് ഞങ്ങളിപ്പോ പറയാൻ പറ്റില്ല. മീറ്റിംഗ് കഴിയട്ടെ. അതിപ്പോ സമസ്തന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് സംഘടനയുടെ കാര്യത്തിലായാലും സംഘടന ഒരു യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ്. അതില്ലാന്നുണ്ടാകുമ്പോൾ അതൊരു നേതൃത്വമുള്ള ധിക്കാരായിട്ടായിരിക്കും കാണാം.